കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് ചട്ടമ്പി സ്വാമികൾ. 1853 ആഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കുഞ്ഞൻപിള്ള എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. തൻ്റെ ചെറുപ്പകാലത്ത് പഠനത്തിലുള്ള സാമർഥ്യം കാരണം വിദ്യാധിരാജൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിലെ മിടുക്ക് മോണിറ്റർ എന്നർത്ഥം വരുന്ന ചട്ടമ്പി എന്ന പദവി ലഭിക്കുന്നതിന് കാരണമായി. കുട്ടിക്കാലത്ത് തൻ്റെ ഗുരുവിൻ്റെ അയിത്താചാരങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ യാഥാസ്ഥിക ആചാരങ്ങളെ വെല്ലുവിളിച്ച സ്വാമികൾ അന്യസമുദായക്കാരായ സുഹൃത്തുക്കളോട് അടുത്തിടപഴകുകയും അവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ യാഥാസ്ഥിക സവർണ സമൂഹത്തിന് സ്വാമികളോട് അപ്രിയം വർദ്ധിപ്പിക്കാൻ കാരണങ്ങളായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അയിത്ത നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിപ്ലവകരമായ നേതൃത്വമാണ് സ്വാമികൾ നടത്തിയത്. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം കഴിഞ്ഞു എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ഹിന്ദുമതത്തിൽ അന്ന് പുലർത്തിപ്പോന്ന തെറ്റായ രീതികളോടും വൈദേശികമായ മതാധിപത്യത്തോടും കടുത്ത പ്രതിഷേധമാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ സർവമത സാരസ്യം എല്ലാ മതങ്ങളുടെയും അർത്ഥം ഒന്നു തന്നെയെന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകൾ വേദം പഠിക്കുന്നത് തടഞ്ഞിരുന്ന ആ കാലത്ത് എല്ലാ സ്ത്രീകൾക്കും വേദം പഠിക്കാവുന്നതാണ് എന്ന് വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വാദിച്ചിരുന്നു. പുരോഹിതവർഗത്തിൻ്റെ മേധാവിത്വം അവസാനിക്കണമെന്ന് സ്വാമികൾ ആഹ്വാനം ചെയ്തിരുന്നു. പിന്നീട് കുറച്ചു കാലം സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായും ആധാരമെഴുത്തുകാരനായും ജോലി ചെയ്തിട്ടുള്ള സ്വാമികളുടെ ജീവിതത്തിലെ കുറച്ചു കാലം സഞ്ചാരമായിരുന്നു. ഇക്കാലയളവിൽ ആനന്ദകുമാരവേലു എന്ന സിദ്ധനിൽ നിന്നും രഹസ്യ മന്ത്രോപദേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു, നീലകണ്ഠപാദൂർ, പരമഹംസ തീർത്ഥപാദർ എന്നിവരുമായി അദ്ദേഹം മികച്ച ബന്ധം പുലർത്തിയിരുന്നു. അതുമൂലം കേരള പൊതുസമൂഹത്തിന് ലഭിച്ച ദാർശനിക ബോധങ്ങൾ വളരെ വലുതാണ്. തികഞ്ഞ സസ്യബുക്കായ സ്വാമികൾ തൻ്റെ ജീവിതത്തിൽ അഹിംസാ സങ്കല്പം നിഷ്ഠയോടെ പുലർത്തി പോന്നിരുന്നു. 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികളെ അദ്ദേഹം നേരിൽ കാണുകയും ചിന്മുദ്രയെക്കുറിച്ച് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രകാരൻ, ശൈവയോഗി, വേദാന്തി എന്നീ നിലകളിൽ പ്രശസ്തി നേടിയ ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങൾ, സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ എണ്ണമറ്റതും എന്നും സ്മരിക്കപ്പെടേണ്ടതുമാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.